നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ബി.ജെ.പിക്ക് ബദലായി ഇന്ത്യയിൽ പുതിയ ഒരു മുന്നണി വന്നതാണ് ഇന്ത്യ മുന്നണി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 543 സീറ്റിൽ 232 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുകയുണ്ടായി. ഇന്ത്യ മുന്നണിയുടെ രാജ്യസഭാ ലീഡറായിട്ടുള്ളത് മല്ലികാർജുന ഖാർഗെയും ലോക്സഭാ ലീഡർ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുമാണെന്ന് നമുക്കറിയാം. അപ്പോ ദേശീയ തലത്തിൽ ഈ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിൽക്കുമ്പോഴും നമുക്കറിയാം, നിയമസഭാ സീറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭാ സീറ്റുകൾ നേടിയെടുക്കുന്നത്. 245 രാജ്യസഭാ സീറ്റുകളിൽ 75 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിനുള്ളത്, അതായത് ഇന്ത്യ മുന്നണിക്കുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 5 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മേൽക്കോയ്മ നേടാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് മേൽക്കോയ്മ നേടാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യ മുന്നണിയിൽ സംഭവിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിൽ 35 പാർട്ടികളാണുള്ളത്. ഈ 35 പാർട്ടികൾ എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന, അതിൽ CPIM, ജാർഖണ്ഡ് മുക്തി മോർച്ച, തൃണമൂൽ കോൺഗ്രസ്, ശിവസേന, RJD, സമാജ്വാദി പാർട്ടി, PD, നിരവധി പാർട്ടികൾ ചേർന്ന, അതായത് 35ഓളം പാർട്ടികൾ ചേർന്ന്, റീജിയണൽ പാർട്ടികൾ കൂടി ചേർന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ഉണ്ടായിട്ടുള്ളത്. അതിലാണല്ലോ DMK ഉള്ളത്, തൃണമൂൽ കോൺഗ്രസ് ഉള്ളത്. ഇപ്പോൾ നടക്കുന്ന 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ളിടത്തൊക്കെ ശക്തമായ രീതിയിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള റീജിയണൽ പാർട്ടികളുണ്ട്. പക്ഷെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഈ സംവിധാനത്തിൽ ലോക്സഭാ നേതാവായിട്ട് രാഹുൽ ഗാന്ധി ഇരിക്കുമ്പോൾ, രാജ്യസഭാ നേതാവായ മല്ലികാർജുന ഖാർഗെ ഇരിക്കുന്ന സമയത്തുമൊക്കെ എന്തിനാണ് TMCക്ക് വെല്ലുവിളിയായി കോൺഗ്രസ് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിലും CPMുമായി മത്സരിക്കുമ്പോൾ ഇവിടെ 2 പാർട്ടികളിൽ BJPക്ക് സാന്നിധ്യമില്ലാത്തത് കൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും LDFും UDFും രണ്ടായി നിന്ന് മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ BJPക്ക് ഒരു സ്പേസ് ലഭിക്കാതിരിക്കുന്നത്. എന്നാൽ DMKയുടെ കാര്യം എടുക്കുമ്പോൾ അവിടെ ഇപ്പോൾ വിജയിയുടെ പാർട്ടിയും DMKയും അണ്ണാ DMKയും BJPയും ഒരുമിച്ചും ഒക്കെ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് DMKയുടെ ഒപ്പം ചേർന്ന് നിന്ന് അവിടെ ഒരു അലയൻസ് ഉണ്ടാക്കി മത്സരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ DMKയും അധികാരത്തിൽ വരാൻ കഴിയും. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ചില സീറ്റുകൾ ജയിച്ചു വരാനും കഴിയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ കേരളത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു വരാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ കോൺഗ്രസിന് അനുകൂലമായി പറയുന്നു. അപ്പോൾ കേരളം, തമിഴ്നാട്, അപ്പോൾ അതായത് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമായി കോൺഗ്രസ് മത്സരിക്കുന്ന എന്തിനാണെന്ന്, അതിന്റെ ഔചിത്യം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് ലോക്സഭയിൽ 545ൽ 100 സീറ്റുകൾ നേടിയിട്ടുണ്ട് എന്നുള്ളതും, അതേ സമയത്ത് രാജ്യസഭയിൽ 245ൽ 29 സീറ്റുകൾ കോൺഗ്രസിന് ഉണ്ടായിരുന്നിരിക്കെ അവിടെ തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ 1 സീറ്റ് രാജ്യസഭയിൽ കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിയും. അതേ സമയത്ത് അവിടെ 13 രാജ്യസഭാ സീറ്റുകളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. DMKയ്ക്കും ഏകദേശം 8 രാജ്യസഭാ സീറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചുരുക്കത്തിൽ ഇത്രയാണ്: ഒരു അലയൻസിൽ നിന്നുകൊണ്ട് സംസ്ഥാന തലത്തിൽ 2ആയി മത്സരിക്കുമ്പോൾ സംസ്ഥാനത്തെ ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യവും, അതോടൊപ്പം തന്നെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള നിലപാടുകൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തിൽ, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ വളരെയേറെ ആശങ്കയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ശക്തി തെളിയിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ജയിച്ചു വരികയാണ് ചെയ്യേണ്ടത്. അവിടെ 1 സീറ്റ് പോലും ഇപ്പോൾ എക്സിറ്റ് പോളിനകത്തോ പറയാത്തിടത്തോളം കാലം നമുക്കറിയാം അവിടെ എങ്ങനെ കോൺഗ്രസിന് തിരിച്ചു വരണം. അവിടെ
കേന്ദ്രത്തിൽ ഇനി ഇന്ത്യ മുന്നണി വരുമ്പോൾ മാത്രമേ ഇത്തരത്തിൽ സംസ്ഥാന തലത്തിൽ കോൺഗ്രസിന് കുറച്ചുകൂടെ അടിവേരോട് പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പരസ്പര മത്സരത്തിന്റെ ആവശ്യകതയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ രാജ്യസഭയിലെ അഭിപ്രായങ്ങൾ, അതായത് ഡീലിമിറ്റേഷനും വിമൻസ് ബില്ലും അതോടൊപ്പം തന്നെ ഒട്ടനവധി നിയമങ്ങൾ ഏകപക്ഷീയമായി ഭാരതത്തിൽ പാസാക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് മമതാ ബാനർജിയുമായി അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ PCCയുമായിട്ടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് പശ്ചിമ ബംഗാളിൽ ശക്തമായ ഒരു രാഷ്ട്രീയ ബദൽ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിൽക്കണം. അവിടെ പക്ഷേ ചിലപ്പോൾ CPMനെ അടിച്ചൊതുക്കിയാണ് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് CPMവുമായി അവിടെ ചേർന്ന് നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ BJPയെ അവിടെ വളർത്തുന്നതിന് കോൺഗ്രസിന്റെ ഈ നിലപാടുകൾ വളരെ സഹായകരമായി അല്ലെങ്കിൽ ഗുണകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിന് 40% വോട്ടുകൾ ഉണ്ടെങ്കിൽ BJPക്ക് 35% വോട്ടുകളും കോൺഗ്രസിന്റെ ഒരു 10-12% വോട്ടുകൾ അവിടെ ഉണ്ടെങ്കിൽ 10-12%, CPMന്റെ 10%-ഓളം വോട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ മുന്നണി എന്നുള്ളത് ലോകസഭയിൽ ഒരുമിച്ച് മത്സരിക്കുമ്പോൾ നിയമസഭയിൽ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കരുത് എന്നുള്ളതാണ്. കാരണം ആ സംസ്ഥാനത്തിന്റെ അധികാരം പോകുകയും രാജ്യസഭാ സീറ്റുകൾ കുറയപ്പെടുകയും ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്? ഇത്തരത്തിലുള്ള ചാണക്യതന്ത്രങ്ങൾ പ്രയോഗിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. മമതാ ബാനർജിയെ കൂടെ നിർത്താനും, കാരണം മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യമൊക്കെ കുറെ ക്ഷയിച്ച് പ്രായാധിക്യത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് അവരോട് ചേർന്ന് നിൽക്കുന്നതാണ് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ഷമിക്കാൻ തയ്യാറാകാത്ത ആ രാഷ്ട്രീയം സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് നന്ദികേട് കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തലപ്പ് തിരിക്കുന്നവരുടെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ പുത്തൻ തലമുറയുടെ ബുദ്ധി വൈഭവം പ്രകടിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ നശിപ്പിക്കുകയാണ്. രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കി ഇത്തരത്തിലുള്ള സംസ്ഥാന രാഷ്ട്രീയങ്ങളിൽ ആസാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ചെറു പാർട്ടികളെ കൂടെ നിർത്തുന്നതിലൊക്കെ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ഇവിടെ പുതുച്ചേരി ആയാലും അതോടൊപ്പം തന്നെ ഇപ്പോൾ എക്സിറ്റ് പോളുകളിൽ ഉറച്ചു പറയുന്ന യഥാർത്ഥത്തിൽ വെസ്റ്റ് ബംഗാളിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു നേട്ടം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് BJPക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടത്താൻ വേണ്ടിയുള്ള തന്ത്രപ്രധാനമായ നീക്കമാണെന്ന് മമതാ ബാനർജി പറയുന്നതിനോടൊപ്പം യോജിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മമതാ ബാനർജി പരാജയപ്പെടേണ്ടി വന്നാൽ ആ പരാജയപ്പെടൽ കോൺഗ്രസിന്റെ നിലപാടിന്റെ ഒരു പ്രതിഫലനമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഇന്ത്യ മുന്നണി എന്ന അടിസ്ഥാനത്തിൽ തന്നെ ചർച്ചകൾ കാലേ കൂട്ടി നടത്തുകയും ആം ആദ്മി പാർട്ടിയോട് മത്സരിക്കാൻ ഗുജറാത്തിൽ പോകുമ്പോൾ ആം ആദ്മി പാർട്ടിയെ കൂടെ നിർത്തി എപ്പോഴാണ് BJP എങ്ങനെയാണ് ഒരു പാർട്ടിയെ കൈകാര്യം ചെയ്യുന്നത്? അവർ കൂടെ നിന്നില്ലായ്മ ചെയ്യുന്നു. അതൊരു രാഷ്ട്രീയത്തിന്റെ ചാണക്യതന്ത്രം തന്നെയാണ്. പക്ഷേ കാശ് കൊടുത്ത ആളെ മേടിക്കുന്ന രാഷ്ട്രീയത്തോട് കൂടില്ല. അതായത് കോൺഗ്രസ് കുറച്ചുകൂടെ ചിന്തിച്ച് ഈ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ബഹുസ്വരത നഷ്ടപ്പെട്ടു പോയ സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ ആവശ്യമാണെന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ലൈവ് പറഞ്ഞത്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയുകയാണ്. കേരളത്തെ പോലെ ബഹുസ്വരതയുള്ള ഇവിടെ വിവിധ നേതാക്കന്മാർക്ക് കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയും. ഇവിടെ കോൺഗ്രസ് പരാജയപ്പെടുമ്പോഴും ഇവിടെ പാർട്ടി അടിസ്ഥാന തലത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് അടിസ്ഥാനമായ രാഷ്ട്രീയം ഉള്ളത് പഞ്ചാബിലും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലും ചടുലതയോടുകൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി തീരുന്നതിന് നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ, അത് ഗുണകരമായ ഇടപെടലായിരിക്കണം. രാജ്യസഭാ സീറ്റുകൾ നേടാൻ വേണ്ടിയുള്ളതായിരിക്കണം, നിയമസഭകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം. അവിടെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന് തിരിച്ച് ഒരു നേതൃത്വ പാടവത്തോട് മുന്നിൽ നിൽക്കുമ്പോൾ ജനങ്ങൾ കോൺഗ്രസിനെ വിശ്വസിക്കും. കോൺഗ്രസിന്റെ തലപ്പ് തിരിക്കുന്നവരുടെ കൃത്യമായ രീതിയിലുള്ള തന്ത്രത്തിന്റെ പാളിച്ചകളായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ.